നമസ്കാരം. ആശാ വർക്കർമാരുടെ സമരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടക്കുന്ന സമയത്ത് വലിയ മഴയൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ മഴ വരുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് അതിൻ്റെ സമരപ്പന്തലിൻ്റെ ഷീറ്റൊക്കെ പോലീസ് വലിച്ച് പറിച്ച് കൊണ്ടുപോയി. അവർ മഴ കൊണ്ടിട്ടും അവിടെ സമരം ചെയ്തോട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. കാരണം അവർക്കൊരു വില സർക്കാർ നൽകുന്നില്ല. 1% പോലും വിലയും നൽകാനായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറല്ല. CPM വോട്ട് ചെയ്തിട്ടുള്ള ആളുകളായിട്ടുള്ള സ്ത്രീകളാണ് അവിടെ വന്നിരിക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക, അവർ ഓരോ വിരൽ കൊണ്ടും ഓരോ സ്ത്രീകളും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ LDFന് വോട്ട് കൊടുക്കുന്ന സമയത്ത്, കുത്തുന്ന സമയത്ത് ഇത് കുത്തുന്നത് തൻ്റെ സ്വന്തം കണ്ണിലാണ് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യം അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. അതാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. 6-7 മാസങ്ങളായിട്ട് ഒരു തരത്തിലും അവർക്ക് അവരുടെ ശമ്പളം ഒരു സംവിധാനവും കിട്ടാതെ തങ്ങളുടെ ജീവിത രീതി ഇനി എങ്ങനെ നാളെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെ വലിയ രീതിയിൽ ദുഃഖിച്ച് വലിയ പ്രശ്നത്തിലായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സ്ത്രീകളെ, ഈ അമ്മമാരെ അല്ലെങ്കിൽ സഹോദരിമാരെ രക്ഷിക്കാനായിട്ട് എവിടെയാണ് ഈ കപ്പിത്താൻ? ഈ കപ്പൽ മുങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ഈ കപ്പിത്താൻ എവിടെ? ക്യാപ്റ്റൻ എവിടെ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ എവിടെയാണ്? ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തൊഴിലാളി സംഘടനയായിട്ടുള്ള CITയും ഇതുപോലെ ഈ പറയുന്ന ആശാ വർക്കർമാർക്കിടയിൽ പ്രവർത്തിക്കുന്നു. അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PP പ്രേമ എന്ന് പറയുന്ന ഒരു വ്യക്തി, നേതാവ് വരെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ ജോലി പോകും എന്നുള്ള തരത്തിലേക്കാണ് പറഞ്ഞത്. ഒന്ന് ആലോചിക്കുക, ഭീഷണി. ഈ ഭീഷണി എങ്ങനെയാണ് ഈ ഭീഷണി നടത്തുന്നത്? ഇതിനു മുന്നേ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ആശാ വർക്കർമാർക്കുപരി ഈ CPMൻ്റെ ചില സ്ത്രീകളുടെ ഒരു ഭീഷണി നമ്മൾ കേൾക്കാറുണ്ട്. അത് ആർക്കെതിരെയാണ് നടക്കാറ്? നമ്മുടെ ഗ്രാമത്തിലുള്ള സാധാരണക്കാരുടെ അമ്മമാർ കൂലിപ്പണി എടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് പുല്ലും കാടും വെട്ടി ജീവിക്കുന്ന അമ്മമാരുടെ ഉള്ളിൽ ഭീഷണി സ്വരമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പരിപാടിയുണ്ട്, അതിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഭീഷണി സ്വരത്തിൽ വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ അമ്മമാരെ സഹോദരിമാരെയൊക്കെ ഭീഷണിപ്പെടുത്തി പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് കുത്തിയപ്പോൾ നിങ്ങൾ ആരും അറിഞ്ഞില്ലേ? ഇത് കുത്തിയത് മുഴുവൻ തങ്ങളുടെ കണ്ണിലേക്കാണ്, സ്വയം കണ്ണിലേക്കാണെന്നുള്ളത്. ഇത് അറിയാതെ പോയതാണ് ഇവർക്ക് പറ്റിയ യഥാർത്ഥത്തിലുള്ള തെറ്റ്. അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ ഈ വിഷയത്തിൽ സുരേഷ് ഗോപി ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഈ ആശാ വർക്കർമാരുടെ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കിയാൽ കേന്ദ്ര ഫണ്ട് വരെ തടയുമെന്നുള്ള തരത്തിലേക്ക് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു വിഷയമായിട്ട് ഇത് മാറുന്നു. നാളെ തന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് പറക്കുകയാണ്. നന്ദാജിയെ നേരിട്ട് കണ്ട് ഈ വിഷയം പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. JP നന്ദയെ കണ്ട് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതോട് കൂടി തന്നെ പറ്റുമെങ്കിൽ പ്രധാനമന്ത്രിയെ കണ്ടും ഇത് അവതരിപ്പിക്കും. കാരണം ഇതിൽ എവിടെയെങ്കിലും ഒരു പരിഹാരമുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ നേരിട്ട് ആശാ വർക്കർമാരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കേന്ദ്ര ഫണ്ട് ലഭിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരെ നടത്താനായിട്ട് സാധിക്കുമോ എന്ന് അന്വേഷിക്കാനായിട്ട് ഇവിടെ ഒരു ആളുണ്ടായത് ഇപ്പോഴാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇത്രയും കാലം ഈ ഇടതുപക്ഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും MP-മാർ ഇവിടെ നിന്ന് വിജയിച്ചു. എത്ര MP-മാർ ഈ പറയുന്ന കോൺഗ്രസിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടുണ്ട് UPA ഭരണകാലത്ത്. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രി ആദ്യമായിട്ടുണ്ടായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾക്ക് തോന്നുന്നത് സുരേഷ് ഗോപി വന്നതിന് ശേഷം അദ്ദേഹമാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു വിഷയത്തിൽ എടുത്ത് കാണിക്കുന്നത്, മാധ്യമങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നത്, അദ്ദേഹം കുട ഉയർത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കുട നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അത് മാറ്റി വേണ്ട എന്നുള്ള രീതിയിലേക്കുള്ള സംഭവമായിട്ട് പോകുന്നതൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്നത്. സുരേഷ് ഗോപിയുടെ സ്വഭാവ രീതിയാണ് ഇവർ വലിയ തരത്തിൽ ഇങ്ങനെ കാണിക്കാൻ നോക്കുന്നത്. കാരണം സുരേഷ് ഗോപി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ, അത് ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കേരളത്തിലെ യഥാർത്ഥ ജനനായകനായിട്ട് ഉയരുകയാണ്. ആശാ വർക്കർമാർക്ക് വേണ്ടി പോലും അദ്ദേഹം ഡൽഹിയിൽ ഈ ഒരു ഒറ്റ വിഷയത്തിന് വേണ്ടി അദ്ദേഹം പോയി കണ്ട് സംസാരിച്ച് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമോ എന്നുള്ളത് നേരിട്ട് തന്നെ ആശാ വർക്കർമാരെ കണ്ട് സംസാരിക്കുന്ന തരത്തിലേക്ക് ഇതാണ് ഒരു പ്രതീക്ഷ നൽകുന്ന നേതാവ്, ഇവരിലാണ് പ്രതീക്ഷ, അല്ലെങ്കിൽ ഇതാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ എന്നുള്ള രീതിയിലേക്ക് നമ്മൾക്ക് തോന്നിപ്പോകും. അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു നിലപാടുകളാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര സഹകരണങ്ങൾ നമ്മുടെ കേന്ദ്രത്തിൻ്റെ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ പച്ചയായിട്ടുള്ള രീതിയിൽ ഇതിനൊക്കെ തള്ളിപ്പറയുകയും തങ്ങളുടെ ഇന്ന് കേരളം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളാൻ വേണ്ടി മാത്രമേ പിണറായി വിജയൻ അന്തം കമ്മി സർക്കാരിന് ഇവിടെ സാധിക്കുന്നുള്ളൂ. അത്രത്തോളം വലിയ വികൃതമായിട്ടുള്ള നിലപാടുകളാണ് ഇവർ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഈ നിലപാടുകളെയാണ് യഥാർത്ഥത്തിൽ കേരള ജനത മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വലിയ തരത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഇടതുപക്ഷം അല്ലെങ്കിൽ LDF CPM ഇവരുടെ ഭാഗത്ത് നിന്ന് ജനങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്കറിയാം
ഇതാണ് അവസ്ഥ. ഇപ്പോഴും കേരളത്തിൽ പെൻഷൻ എന്ന് പറയുന്ന സംഭവം പൂർണ്ണമായിട്ട് ഇതിൻ്റെ എല്ലാ അടവും പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇത് എത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ? അതിലിപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം അത്രത്തോളം വലിയ രീതിയിൽ ജനദ്രോഹപരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഇന്ന് മയക്കുമരുന്ന് മാഫിയകളെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരവസ്ഥയാണ്. ഇത് മുഴുവൻ ചെറുപ്പക്കാർ വാങ്ങിച്ച് വലിച്ചു കയറ്റി കുത്തിക്കയറ്റി സ്വന്തം കൂട്ടുകാരനാരാണോ, അമ്മയാരാണോ, പെങ്ങളാരാണോ, സഹോദരനാരാണോ, അച്ഛനാരാണോ, ബന്ധുമിത്രാദികളാരാണെന്നും തിരിച്ചറിയാതെ ആരെ വേണമെങ്കിലും കൊല്ലും, ആരെ വേണമെങ്കിലും തലവെട്ടാനും തല ഇറക്കാനും കൈവെട്ടാനും കാലൊടിക്കാനും കൊന്നുകളയാനും ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. സ്കൂളുകളിൽ പോലും ഉണ്ടാകുന്ന ചെറിയ ചെറിയ തർക്കങ്ങൾ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടോ ട്യൂഷൻ കഴിഞ്ഞിട്ടോ വരുന്ന സമയത്ത് പോലും ഉണ്ടാകുമ്പോൾ അത് വരും കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ ആ യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടുത്തെ ആഭ്യന്തരം എന്ന് പറയുന്നത് തകർന്ന് തെരിപ്പണമായിട്ടിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം പൂർണ്ണമായിട്ടും നശിച്ചു പോയിരിക്കുകയാണ്. ഈ സിറ്റുവേഷനിലാണ് നമ്മുടെ കേരളത്തിനൊരു മാറ്റം എന്നുള്ള സംഭവം ഉണ്ടാകുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങളോളം ഇവർ വോട്ട് ചെയ്തിട്ട് ഈ അവസ്ഥയിലാണെന്ന് കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ മുന്നേറുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനം മാത്രം വലിയ രീതിയിൽ താഴേക്ക് പോകുന്നു. ഇപ്പോൾ ഇവിടെ കുറേ വ്യവസായികളുടെ ഒരു പരിപാടിയൊക്കെ നടത്തി 10,000-3000 പേര് പങ്കെടുത്തു എന്നാണ് പറയുന്നത്. ശരിയാണ്, പങ്കെടുത്തിരുന്നു. ഇവരൊക്കെ ഇവിടെ വന്ന് വ്യവസായം നടത്തുന്നതാണോ പറയുന്നത്? കേരളത്തിലുള്ള കിറ്റക്സ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായ സംരംഭമെല്ലാം കേരളം വിട്ട് തെലങ്കാനയിലേക്ക് അവർ ഓടേണ്ടി വന്നു. ഇതായിരുന്നു സാഹചര്യം. അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട കിറ്റക്സ് പോലെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏത് ബിസിനസ് സ്ഥാപനമാണ് ഇവിടെ അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനമാണ് നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുള്ളത്? നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് പുതിയ സംരംഭം എന്നുള്ള രീതിയിലേക്ക് പുതിയൊരു സംവിധാനത്തിലേക്ക് പോയി ജോലി ചെയ്യാൻ എവിടെയാണ് സാധിക്കുന്നത്? എല്ലാവരും UK-യിലേക്കും അതോടൊപ്പം തന്നെ കാനഡയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ കടന്നു പോകാനാണ് നിരന്തരമായിട്ട് ശ്രമിക്കുന്നത്. കുറേ ആളുകൾ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നു. ഇവിടെ കേരളത്തിൻ്റെ മണ്ണിൽ ഇതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളില്ല, ജോലിയില്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന നേതാക്കന്മാരെ പോലെയുള്ള ആളുകളാണ് ഇനി നമ്മുടെ കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ ഇരിക്കേണ്ടത്. കാരണം ജനതയ്ക്ക് ആവശ്യം വികസനമാണ്, സമാധാനമാണ്, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയാണ്. തങ്ങൾ ചെയ്യുന്ന ജോലിക്കെങ്കിലും ഇവിടെ ശമ്പളം കിട്ടണം. ഇപ്പോൾ KSRTC ജീവനക്കാരുടെ അവസ്ഥ, ആ ജീവനക്കാരുടെ അവസ്ഥയ്ക്ക് എത്ര നാളവർക്ക് ശമ്പളം കിട്ടാതിരുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾക്ക് സമസ്ത മേഖലയും തകർന്ന് തരിപ്പണമാകുന്നു. ലഹരിയെ പ്രൊമോട്ട് ചെയ്യുക, പാലക്കാട് മദ്യ ഫാക്ടറി ഉണ്ടാക്കുക എന്നുള്ള തരത്തിലേക്കുള്ള നിലപാടുകളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. അപ്പോൾ മദ്യത്തിനാണ് ഇവർ വലിയ രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ നാട്ടുകാരെ മുഴുവൻ കുടിപ്പിച്ചിട്ടാണെങ്കിലും കാശ് കുറേ ഖജനാവിലേക്ക് എത്തിക്കുക എന്നുള്ള നിലപാടുമായിട്ട് സംസ്ഥാന സർക്കാർ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഓരോ വോട്ടും കൊടുത്തത് നമ്മുടെ കണ്ണിൽ ഓരോ കുത്തും, ഓരോ ചെയ്ത ആളുകൾ മുഴുവൻ സ്വന്തം കണ്ണിലിട്ടാണ് കുത്തിയതെന്നുള്ളത് ഒരു തർക്കമില്ല. അത്രക്ക് ദയനീയമായിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മുടെ നാടിൻ്റെ സമാധാനാന്തരീക്ഷം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ആ സമാധാനാന്തരീക്ഷം തകർന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ആശാ വർക്കർമാരായിട്ട് കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളുടെ എല്ലാം അവരുടെ ശമ്പളം പോലും കൃത്യമായിട്ട് ലഭിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു.